ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്കൾക്ക് സ്കൂളിലൊരു ദിവസം ഞങ്ങളുടെ ഒരു മോർണിംഗ് റൂട്ടീൻ കാണിക്കാനാണ് കേട്ടോ. ഞാനൊരു 6:30 ആയപ്പോഴാണ് കിച്ചണിലേക്ക് വന്നത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കിച്ചണാണ് കേട്ടോ. ഇവിടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ, വർക്കിംഗ് കിച്ചണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ ചായ വെക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ക്ലാസ്സുള്ള ദിവസം എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നല്ല തിരക്കായിരിക്കുമല്ലോ, എല്ലാം റെഡി ആക്കണമല്ലോ. അപ്പോൾ ഞാനും കുറച്ച് നേരത്തെ തന്നെ ഇന്ന് കിച്ചണിലേക്ക് വന്നിട്ടാ. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ദോശ, അതേപോലെ തന്നെ കടലക്കറിയാണ്. കടലക്കറി മക്കൾക്ക് ഇഷ്ടമാവുന്ന രീതിയിലുള്ള അധികം മസാലകളോ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ. അതിനുള്ള കടലയൊക്കെ ഞാൻ കഴുകിയെടുക്കുകയാണ്. ഇതിൽ കടലയും അതേപോലെ വലിയ ഉള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ടാക്കിയതുകൊണ്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മളത് ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. മക്കൾക്ക് അധികം മസാലകളുടെ കുത്തും കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങനെയാണല്ലോ, ചിലപ്പോൾ തക്കാളി പറ്റില്ല, അങ്ങനെയൊക്കെ ഓരോ ഇതാണല്ലോ. അപ്പോൾ ഞാനിവർക്ക് കടലക്കറി ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇതാകുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ അവർ കഴിച്ചോളും. പിന്നെ മോള് മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾ വരുന്ന വരെ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇന്ന് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ പോയിട്ടുണ്ട്. അവൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ നമ്മുടെ കടലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മക്കൾക്ക് നല്ല ചൂടായിട്ട് തന്നെ, ചൂടുള്ള ദോശ തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അവർ റെഡിയായി വന്നിരിക്കുമ്പോഴാണ് ഞാൻ ദോശ ഇട്ട് കൊടുക്കൽ. അതിനിടയിൽ മോള് മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ചുട്ട് കൊടുക്കാൻ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. മക്കളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.